നിങ്ങൾ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നതിന് നിങ്ങളുടെ ഭാവിയെ വീണ്ടും വീണ്ടും മനസ്സിൽ കണ്ടുകൊണ്ടേയിരിക്കുക. കാരണം നിങ്ങളുടെ തലച്ചോർ ചിത്രങ്ങളുടെ രൂപത്തിലാണ് ചിന്തിക്കുന്നത്. നിങ്ങളുടെ പാസ്റ്റിൽ എന്താണോ സംഭവിച്ചത് അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അതേ പാസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു പുതിയ കഥ നിർമ്മിക്കേണ്ടത് ആവശ്യമാണ്. പാസ്റ്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ പാസ്റ്റ് വീണ്ടും ആവർത്തിക്കുമോ, വീണ്ടും അങ്ങനെ തന്നെ സംഭവിക്കുമോ എന്ന് മനസ്സിൽ ഭയമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറിയെ മാറ്റൂ. പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് നിങ്ങളുടെ പാസ്റ്റിൻ്റെ ഇംപ്രഷൻ മാത്രമാണ്. പാസ്റ്റിലെ വിഷ്വലൈസേഷൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോഴത്തെ നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ജീവിതത്തിന് പുതിയ ഇമാജിനേഷൻ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. വീണ്ടും വീണ്ടും പഴയ കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഫ്യൂച്ചറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇങ്ങനെ വിചാരിക്കുക, നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആയി കഴിഞ്ഞിരിക്കുന്നു. പണത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ വിചാരിക്കുക, അതായത് ഞാൻ വളരെയധികം സമ്പന്നനായി കഴിഞ്ഞിരിക്കുന്നു, വളരെയധികം സന്തോഷവാനായി ജീവിക്കുന്നു. ഈ ലോകത്തെ സക്സസ്ഫുള്ളായ ആളുകളുടെ ഒരു ഹാബിറ്റാണ് അവർ പാസ്റ്റിനെ പറ്റി ചിന്തിക്കുന്നില്ല, പകരം അവർ അവരുടെ ഫ്യൂച്ചറിനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ അവരുടെ പുതിയൊരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് അവെയറായിട്ട് ചെയ്യുന്നു, ചിലർ അൺഅവെയറായിട്ട് ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സിലെ ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. തുടർന്ന് നിങ്ങളുടെ ഉള്ളിലെ വൈബ്രേഷൻസ്, ഫ്രീക്വൻസി എല്ലാം തന്നെ നിങ്ങളുടെ ആ റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് പരിശ്രമിക്കാൻ തുടങ്ങുന്നു. പക്ഷേ പ്രശ്നം ഇതാണ്, ഇപ്പോഴുള്ള നിങ്ങളുടെ മോശമായ കണ്ടീഷനെ വീണ്ടും വീണ്ടും കാണുകയും അതിനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് പോകുന്ന മെസ്സേജ് ഇത് തന്നെയാണ്. അതുകൊണ്ട് വീണ്ടും അതേ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നിങ്ങളൊരു ലൂപ്പിലേക്ക് പോകുന്നു. ഈ ലൂപ്പിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരേ ഒരു വഴി ഇത് മാത്രമാണ്. നിങ്ങളുടെ ഫ്യൂച്ചറിനെ വിഷ്വലൈസ് ചെയ്യുക. ലീവ് ഇൻ ദ ഫ്യൂച്ചർ. നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് വൈബ്രേഷൻ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. വൈബ്രേഷൻ അനുസരിച്ച് നിങ്ങളുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ പാസ്റ്റിനെ ഉപേക്ഷിച്ച് അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ അതിനെ ഒന്ന് മാറ്റി നിങ്ങൾ ഫ്യൂച്ചറിൽ എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് അതിനെപ്പറ്റി ചിന്തിക്കുക. അത് നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. ഇപ്പോഴുള്ള കറണ്ട് റിയാലിറ്റിയെ ഇഗ്നോർ ചെയ്യുക. നിങ്ങൾ എന്താണോ ഇഗ്നോർ ചെയ്യുന്നത് നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു. നമ്മുടെ ഇമോഷൻസ്, ന്യൂറൽ പാത്വേസ് വളരെ പവർഫുള്ളാണ്. നിങ്ങളിത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ മൈൻഡ് എല്ലാം തന്നെ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇത് പ്രോസസ്സ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഈ രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫ്യൂച്ചർ വിഷ്വലൈസ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ന്യൂറൽ പാത്വേകൾ ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ശരീരത്തിനുള്ളിലും മനസ്സിൻ്റെ ഉള്ളിലും അതോടൊപ്പം വൈബ്രേഷനിലും ചേഞ്ച് ചെയ്യുന്നത് കാണാൻ സാധിക്കും. പക്ഷേ ഇതിനായിട്ട് കുറച്ച് സമയമെടുക്കും. ഒരു 90 ദിവസം നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ സാധിക്കും. 90 ദിവസം നിങ്ങൾ എന്താണോ ഇമാജിൻ ചെയ്യുന്നത് അത് നിങ്ങളായി തീരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമാജിനേഷൻ പ്രോസസ്സിനെ ഒരിക്കലും മുടക്കരുത്. അത് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.